നമസ്കാരം. ഇന്ന് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഔഷധ മൂല്യമുള്ളതും മേധ്യരസായനം അല്ലെങ്കിൽ നമുക്ക് ഒരു രസായന ഔഷധമായിട്ട് തന്നെ പറയാവുന്ന ഒന്നാണ് മുത്തിൾ അല്ലെങ്കിൽ കുടങ്ങൽ എന്നുള്ളത്. ഈ ഔഷധത്തെ മേധ്യഗണത്തിലും അതുപോലെ തന്നെ വർണ്ണ്യഗണത്തിലുമാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കിന്നിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് അരച്ച് അപ്ലൈ ചെയ്യുന്നത് മുഖത്തൊക്കെ തന്നെ മുഖക്കുരു മാറാനും സ്കിന്നെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അത് അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ മറന്നിട്ടില്ലല്ലോ, നമ്മുടെ ഗിവ് എവേയുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും ഒരു സ്മൈലി എങ്കിലും കമൻ്റായിട്ട് ചെയ്യണം. മാക്സിമം ആളുകൾക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ ചോദിക്കുന്ന ഹെൽത്ത് ടോപ്പിക്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 6th വീഡിയോയിൽ ചോദിക്കും. അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരാളല്ല കേട്ടോ, 6 പേർക്ക് നമ്മുടെ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ 6th വീഡിയോയിൽ പറയാം. വീഡിയോയിലേക്ക് പോവാം. നല്ല ചുമയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 48 ml ഈ കുടങ്ങൽ അല്ലെങ്കിൽ മുത്തിളിൻ്റെ അരച്ചെടുത്തിട്ടുള്ള ജ്യൂസ് അല്പം പാലിലും കൂടെ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഏഷ്യപ്രയോഗ പുഷ്യ ആയുർബലവർണ്ണകര എന്നുള്ളതാണ് പറയുന്നത്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ, ബലം അതായത് ശരീരബലം ഉണ്ടാവാനും നമുക്ക് വർണ്ണീകരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാനും ആ ഒരു നിത്യ യൗവനം നിലനിർത്താനും ആൻറ്റി ഏജിങ് ആയിട്ടുള്ളതാണ്. നമുക്ക് എപ്പോഴും തന്നെ രസായനം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ആ ഒരു ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു യുവത്വത്തോടെ നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് പല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. ചട്നി, ചമ്മന്തി പോലുള്ള രൂപത്തിലോ അല്ലെങ്കിൽ അരച്ച് ചില ദോശ രൂപത്തിലോ ഒക്കെ തന്നെ ഉള്ളിലേക്ക് എടുക്കാൻ, ഇതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ജ്യൂസ് ആക്കിയിട്ട് കുടിപ്പിക്കുന്നതോ തേനിലോ നെയ്യിലോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നെയ്യിൽ ചേർത്ത് കൊടുക്കുന്നത് ബുദ്ധി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഇത് നെയ്യിൽ ചേർത്തൊക്കെ കഴിക്കാറുണ്ട്. നെയ്യിലോ അല്ലെങ്കിൽ തേനിലോ ചേർത്ത് കഴിക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ പാലിലും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. സ്കിൻ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇനി അത് നമുക്ക് പൊള്ളിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റ് ബൈറ്റ് കൊണ്ടോ ചില സോറിയാസിസ് കേസൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം കേസിലൊക്കെ നമ്മളിത് അരച്ചിടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിലാണെങ്കിൽ പോലും മുഖക്കുരു ഒക്കെ വന്ന കേസിൽ ഇത് നമുക്ക് ചിലപ്പോൾ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു കുടങ്ങൽ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തൊന്ന് അരച്ച് മുഖത്ത് പുരട്ടി ഒരു 30 മിനിറ്റിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മറ്റുള്ള ഫേസ് പാക്കുകൾ പുറമെ പോയി നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, മിക്സ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് അരച്ച് പുരട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ഇത് സ്കിന്നിന് നല്ലൊരു ആ കൊളാജനെയൊക്കെ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലർക്കും തന്നെ ഒന്നുകിൽ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇത് ഒരു മഴയൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി അധികം കാണാറുണ്ട് പറമ്പിലൊക്കെ തന്നെ. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി പറ്റില്ല, നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കും. മറ്റുള്ള ഒട്ടനവധി ഫേസ് പാക്കുകളെ കുറിച്ചും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി അറിവുകളെ കുറിച്ചിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. മണ്ഡൂകപർണിയുടെ സുരസ പ്രയോഗങ്ങളെ കുറിച്ചിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആയുപ്രധാനി ആമീയനാശനാനി ബലാഗ്നിവർണ്ണ സ്വരവർദ്ധനാനി എന്നുള്ളതും ഈ ഒരു മുത്തിള് തന്നെയാണ്, അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എപ്പോഴും ആ ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് ഈ ശ്ലോകത്തിലും ഇതിനെ എടുത്ത് പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ സ്വയം പറയുന്നതല്ല, ഇതിനൊക്കെ തന്നെ ആധികാരികമായിട്ട് ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഒരു വിശപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു രുചിയില്ലായ്മയൊക്കെ തോന്നുന്നതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു, പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വോയിസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് പാടുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു സ്വരമാധുര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വോയിസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടോ ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ ഹെവി ബ്ലീഡിങ്, നല്ല വേദനയോടുകൂടി നല്ല ബ്ലീഡിങ് ഉള്ള സമയമൊക്കെ ഉണ്ടല്ലോ, അത്തരം അവസ്ഥയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിപ്പോൾ ഒരു മരുന്ന് പോലെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്കത് നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ട് പൊടിയിൽ കുഴച്ച് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതൊരു സ്വരസ രൂപത്തിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ദൂഷ്യ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. അങ്ങനെ ചമ്മന്തി ആയിട്ടോ ചട്നി ആയിട്ടോ
എനിക്ക് തോന്നുന്നു ചട്നി ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴിയാണ്. അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഇനി ഇതിങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, ഒരു 2-3 ഇല എടുത്ത ദിവസം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ചവച്ചരച്ച് കഴിച്ചാലും മതി. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇത് ബ്രഹ്മിയാണോ എന്നുള്ളത്. ബാക്കോപ്പ മൊണീരിയ എന്നുള്ളൊരു സയൻറ്റിഫിക് നെയിമിലാണ് ഈ ബ്രഹ്മി അറിയപ്പെടുന്നത്. കാണാൻ ഏകദേശമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിലും പക്ഷേ ഇത് ബ്രഹ്മിയല്ല. കാണാൻ ചില സാമ്യതകൾ ഉണ്ടെങ്കിലും ഇത് മറ്റൊരു ചെടിയാണ്. ഓർമ്മശക്തിയോ അതുപോലെ കോൺസെൻട്രേറ്റിംഗ് പവറൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇത് ശീലിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇത് നെയ്യിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെണ്ണയുടെ കൂടെ അരച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അത് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ കൊടുക്കാം. എപ്പോഴും തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ മുൻപ് കാലത്ത് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുപോലെ സംസാരശേഷി കുറഞ്ഞ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രായം എത്തിയതിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ള കേസിലൊക്കെ തന്നെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഇൻ്റലക്ച്വൽ പവർ കുറവാണ് എന്ന് തോന്നുന്നതോ അങ്ങനെയുള്ള മെമ്മറി കുറവ് അങ്ങനെ ആ ബുദ്ധിപരമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താം. ഇത് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്തോ അല്ലാതെ കഴിക്കുന്ന സമയത്തോ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമോ അതല്ലെങ്കിൽ രാവിലെ വെറും വയറിലോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയേറെയൊക്കെ ഗുണകരമായിട്ടുള്ള കുടങ്ങൽ മുത്തിലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം മുഴുവനായിട്ടും വീഡിയോ കണ്ടല്ലോ അല്ലേ, മറക്കരുതേ. അപ്പം ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.